നാടിനെ നടുക്കിയ 14-കാരിയുടെ കൊലപാതകം, സൈബർ അതിക്രമങ്ങളിൽ പൊലിയുന്ന ജീവനുകൾ, വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ, കുഞ്ഞിനോട് കാട്ടിയ ക്രൂരതയ്ക്ക് നീതിപീഠം നൽകിയ ശിക്ഷാവിധി. കഴിഞ്ഞ വാരം കേരളം കണ്ട ക്രൂരകൃത്യങ്ങളുടെ വിശദമായ പരിശോധന. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രൈം വാച്ചിലേക്ക്. സംസ്ഥാനത്തെ ഞെട്ടിച്ച മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിൽ സംഭവിച്ചതെന്ത്? പെൺകുട്ടിയെ കാണാതായതു മുതൽ പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയ 16-കാരൻ പ്രതിയായതെങ്ങനെ? നോക്കാം വിശദമായ റിപ്പോർട്ട്. മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് കാണാതായ 14-കാരിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്ന് കണ്ടെത്തുകയായിരുന്നു. കരുവാരക്കുണ്ട് സ്വദേശിയുടെ മകളായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. കുട്ടിയെ കാണാനില്ലെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. വണ്ടൂരിനും പാണ്ടിക്കാടിനും ഇടയിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് തൊടിയപ്പുലം. അവിടെയുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ട നാട്ടുകാരാണ് പോലീസിനെ വിവരമറിയിച്ചത്. പെൺകുട്ടിയെ കാണാതായതു മുതൽ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് ആൺ സുഹൃത്തായ 16-കാരൻ നൽകിക്കൊണ്ടിരുന്നത്. പെൺകുട്ടിയെ കാണാതായ പരാതി വീട്ടുകാർ നൽകിയതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ വ്യാഴാഴ്ച സ്കൂൾ ഗേറ്റ് വരെ വിദ്യാർത്ഥിനി എത്തിയത് CCTV ദൃശ്യത്തിലൂടെ കണ്ടെത്തിയിരുന്നു. വൈകിട്ട് 6 മണിയോടെ പെൺകുട്ടി അമ്മയുടെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചു. താൻ ഇപ്പോൾ വരുമെന്ന് പറയുകയും ചെയ്തു. ഈ ടവർ ലൊക്കേഷൻ തൊടിയപുലത്താണെന്ന് മനസ്സിലാക്കിയ പോലീസ് വ്യാഴാഴ്ച രാത്രി തന്നെ തൊടിയപ്പുലത്ത് എത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. പിന്നീടാണ് ആൺ സുഹൃത്തും ഇതേ സമയം ഈ പരിസരത്തുണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാരിൽ നിന്ന് ലഭിച്ചത്. അന്ന് തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും വൈകിട്ട് 6:30 വരെ പെൺകുട്ടി കൂടെയുണ്ടായിരുന്നുവെന്നും ശേഷം ട്രെയിനിൽ കയറി പോയെന്നുമായിരുന്നു ആൺ സുഹൃത്ത് ആദ്യം പറഞ്ഞ മൊഴി. പിന്നീട് രണ്ടുപേരും കൂടി ട്രെയിനിൽ പോയി തൊടിയപ്പുലത്ത് നിന്ന് 2 വഴിക്ക് പിരിഞ്ഞെന്നുള്ള മൊഴി നൽകി. വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചെന്ന് മൊഴി നൽകുകയും മൃതദേഹം ചൂണ്ടിക്കാട്ടി കൊടുക്കുകയും ചെയ്തു. എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഉയർന്ന മേഖലയിൽ നിന്നായത് പോലീസിൽ സംശയമുണ്ടാക്കി. മാത്രവുമല്ല, ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലുകൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു. കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിനടുത്തു നിന്നും കണ്ടെത്തിയിരുന്നു. ഒടുവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന ആൺ സുഹൃത്ത് സമ്മതിച്ചു. കുട്ടിയുടെ കൈകൾ മുൻപിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വായിൽ തുണി തിരുകി കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം. പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപ്പെടുത്തിയതെന്ന് 16-കാരൻ ഒടുവിൽ സമ്മതിച്ചു. തന്നെ വഞ്ചിക്കുന്നതായി തോന്നിയപ്പോൾ കൊലപ്പെടുത്തിയെന്നാണ് ആൺ സുഹൃത്ത് നൽകിയ മൊഴി. പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നുവെന്നും വിവരം അമ്മയെ അറിയിക്കുമെന്നും പറഞ്ഞതോടെയാണ് കൊലപ്പെടുത്തിയതെന്നായിരുന്നു ആദ്യം 16-കാരൻ മൊഴി നൽകിയത്. പിന്നീട് അതും മാറ്റി പറഞ്ഞു. കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ടെങ്കിലും അതിൽ വ്യക്തത വന്നിട്ടില്ല. വിജനമായ ഇടത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. സി മലയാളം ന്യൂസ്, മലപ്പുറം. പൊതു ഇടത്തിൽ സുരക്ഷിതയല്ലാത്ത സ്ത്രീക്ക് പലപ്പോഴും ധൈര്യം നൽകുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ. തങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ തെളിവ് സഹിതം പൊതു ഇടത്തിൽ എത്തിക്കാൻ കഴിയുന്ന ഒരു കവചം. എന്നാൽ ആ ഉപാധി തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ ഒരാളുടെ ജീവൻ വരെ കവർന്നേക്കാമെന്നതിന് ഉദാഹരണമാണ് കോഴിക്കോട് സ്വദേശി ദീപകിന്റെ മരണം. സമൂഹത്തിൽ പുതിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും വഴിവെച്ച സംഭവം. നോക്കാം വിശദമായി. ജനുവരി 18 ഞായറാഴ്ചയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിനെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെ റൂമിലേക്ക് പോയ ദീപക് രാവിലെ 7:30 മുറി തുറക്കാതായപ്പോൾ വീട്ടുകാരും അയൽവാസികളും ചേർന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൊബൈൽ ഫോണും ടാബും കട്ടിലിലുണ്ടായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് രജിസ്റ്റർ ചെയ്തു. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് ദീപക് ബസ്സിൽ വെച്ച് മോശമായി പെരുമാറിയെന്ന് ആരോപിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ബസ് യാത്രക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ അതിക്രമം നടത്തിയ യുവാവ് എന്നാരോപിച്ചാണ് വടകര സ്വദേശിനിയും ഇൻഫ്ലുവൻസറുമായ ഷിംജിത മുസ്തഫ തന്റെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിന് പിന്നാലെ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ദീപക് എന്ന് കുടുംബങ്ങൾ പറഞ്ഞു. നിരപരാധിയായ ദീപക് അപമാനം ഭയന്നാണ് ജീവിതം സ്വയം അവസാനിപ്പിച്ചതെന്നും ഇതിനു കാരണക്കാരിയായ യുവതിക്കെതിരെ കേസെടുക്കണമെന്നും കുടുംബം ആരോപിച്ചു. സ്വകാര്യ വസ്ത്രനിർമ്മാണശാലയിൽ സെയിൽസ് വിഭാഗം ജീവനക്കാരനായ ദീപക് ജോലി ആവശ്യത്തിന് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ബസ്സിൽ വെച്ചുള്ള വീഡിയോ ഷിംജിത ചിത്രീകരിച്ചത്. ട്രെയിനിറങ്ങി ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രയിൽ യുവാവ് തന്റെ ശരീരത്തിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചതായി ആരോപിക്കുന്നതായിരുന്നു വീഡിയോ. വീഡിയോയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചുവെങ്കിലും ഭൂരിഭാഗം കമന്റുകളും യുവതിയെ വിമർശിച്ചുകൊണ്ടായിരുന്നു. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി മനഃപൂർവ്വം ചിത്രീകരിച്ച വീഡിയോ എന്ന രീതിയിലുള്ള വിമർശനം വന്നതോടെ യുവതി വിശദീകരണവുമായി ചേർത്ത് മറ്റൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു.
വീഡിയോകൾ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ മാനസിക വിഷമത്തിലായിരുന്ന ദീപക് ഇക്കാര്യം അടുത്ത ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. യുവതിക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്നെങ്കിലും അതിനു കാത്തുനിൽക്കാതെ ദീപക് ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. സംഭവം വാർത്തയായതോടെ സമൂഹത്തിൽ വലിയ ചർച്ചയായി. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ യുവതിക്കെതിരെ കടുത്ത വിമർശനമുയർന്നു. തുടർന്ന് തിങ്കളാഴ്ച ഉച്ചയോടെ ദീപകിന്റെ മാതാവ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ഇതുകൂടാതെ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി. മാതാവിന്റെ പരാതിയിൽ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു. ഇതോടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കെട്ടിയ ഷിംജിത ഒളിവിൽ പോയി. ലുക്കൌട്ട് സർക്കുലർ പുറത്തിറങ്ങുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മുൻകൂർ ജാമ്യത്തിനായി ഷിംജിത കോടതിയെ സമീപിച്ചു. എന്നാൽ ഇത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ വടകര ചോറോടുള്ള ബന്ധുവീട്ടിൽ നിന്ന് ഇവർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. തുടർന്ന് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീഡിയോ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഫോൺ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസിനെതിരെ ദീപകിന്റെ ബന്ധുക്കളും BJP നേതാക്കളും വിമർശനവുമായി രംഗത്തുവന്നിരുന്നു. തുടക്കം മുതൽ പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. റീച്ചിനു വേണ്ടി മനഃപൂർവ്വം ചിത്രീകരിച്ച അധിക്ഷേപകരമായ വീഡിയോ ആണെന്ന് വ്യക്തമായിട്ടും യുവതിക്കെതിരെ പോലീസ് നടപടി വൈകിച്ചെന്നാണ് ഇവരുടെ പ്രധാന പരാതി. യുവതിക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും വിധമാണ് പോലീസ് നടപടികളെന്നും BJP നേതാക്കൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഷിംജിതയെ വടകരയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോഴിക്കോടേക്ക് കൊണ്ടുവന്നത് സ്വകാര്യ കാറിലാണ്. കോഴിക്കോട് നടത്തേണ്ട വൈദ്യപരിശോധന യാത്രാമധ്യേ കൊയിലാണ്ടിയിൽ വച്ച് നടത്തി. അന്വേഷണ പുരോഗതി അടക്കം പരാതിക്കാരെ അറിയിച്ചില്ല. ഇതടക്കം പൂർണ്ണമായും സംശയാസ്പദമായിരുന്നു പോലീസ് ഇടപെടലെന്നാണ് ഉയരുന്ന ആരോപണങ്ങൾ. പാലക്കാട് ഒറ്റപ്പാലത്ത് ദമ്പതികളെ വെട്ടിക്കൊലപ്പെടുത്തി. സംഭവത്തിൽ വളർത്തുമകളുടെ ഭർത്താവ് പൊന്നാനി സ്വദേശി മുഹമ്മദ് റാഫി പിടിയിലായിട്ടുണ്ട്. വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റു. ഒറ്റപ്പാലം നഗരത്തോട് ചേർന്ന് പുലർച്ചെ 12-ന് ശേഷമാണ് നാടിനെ നടുക്കിയ കൊലപാതക സംഭവം. തോട്ടക്കരയിൽ ചെറുപ്പളശ്ശേരി റോഡിലാണ് വീട്ടിൽ ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. തോട്ടക്കരയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന നാലകത്ത് 63 വയസ്സുള്ള നസീർ, 60-കാരി ഭാര്യ സുഹറ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത്. വളർത്തുമകളുടെ ഭർത്താവാണ് കൊലയ്ക്ക് പിന്നിൽ. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ പൊന്നാനി സ്വദേശി റാഫിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പിടികൂടി. ആക്രമത്തിൽ വളർത്തുമകളുടെ മകനായ 4 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വെട്ടേറ്റു കുട്ടിയുമായി രക്ഷപ്പെട്ട ഇവരുടെ വളർത്തുമകളായ സുൽഫിയത്താണ് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ദമ്പതികളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ഏകദേശം ഒരു 11:57 വിട്ട് എൻ്റെ സുഹൃത്തുക്കൾ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മടങ്ങി വരുമ്പോഴാണ് ഒരു പെൺകുട്ടി അവരുടെ ചെറിയ കുട്ടിയുമായിട്ട് ഈ റോട്ടിൽ കൂടെ ഓടുന്നു. അപ്പോൾ അവരെന്താ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മാനും ഉപ്പാനും വെട്ടിയിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ പിള്ളേരെ എന്നെ വിളിച്ചത് രാത്രി. വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ പ്രതി കൈഞ്ഞരമ്പ് മുറിച്ച നിലയിൽ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ഓടി സമീപത്തെ പള്ളി ഖബർസ്ഥാനിലേക്ക് രക്ഷപ്പെട്ടു. പിന്നാലെ എത്തിയ നാട്ടുകാരും പോലീസും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. അതിസാഹസികമായാണ് പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. വയസ്സുകാരനായ കുഞ്ഞിന്റെ അവകാശം സംബന്ധിച്ച തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. പ്രതി മുഹമ്മദ് റാഫിയും സുൽഫിയത്തും ഏറെ നാളായി അകന്നു കഴിയുകയായിരുന്നുവെന്നും ഇവരുടെ വിവാഹമോചന കേസ് കോടതിയിൽ നിലനിൽക്കുന്നുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഈ സംഭവത്തിന് ശേഷം ഇയാൾ ഓടിപ്പോയി. നമ്മുടെ പോലീസ് പാർട്ടി പിന്നെ കുറച്ച് ലോക്കൽസിൻ്റെ സഹായത്തോടെ ഏകദേശം 4 മണിക്ക് അപ്രോക്സിമേറ്റ്ലി ഇയാൾക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇയാളുടെ കയ്യിൽ കുറച്ച് മുറിവ് കൂടി ഉണ്ടായിരുന്നു. ഒരു സൂസൈഡ് അറ്റംപ്റ്റ് പോലെയാണ് തോന്നുന്നത്. ഇയാൾ ഈ കുട്ടീൻ്റെ ഉപ്പാണ്. ഒരു ഫാമിലി പ്രശ്നമാണ് നമുക്ക് പ്രാഥമികമായിട്ട് അന്വേഷണത്തിൽ മനസ്സിലായത്. വളർത്തുമകൾ സുൽഫിയത്തിനെയും കുട്ടിയെയും കൊല്ലാൻ ശ്രമിച്ചത് തടഞ്ഞപ്പോഴാണ് പ്രതി നസീറിനെയും സുഹറയെയും കുത്തിക്കൊന്നത്. പ്രതി മുഹമ്മദ് റാഫി ലഹരിക്കടിമയാണെന്നും നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. സി മലയാളം ന്യൂസ്, പാലക്കാട്. പെൺകരുത്തിനെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചും നാം സംസാരിക്കുമ്പോഴും പെൺകൈകളാൽ തന്നെ മറ്റൊരു പെൺകുട്ടി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് കേരളത്തിൽ. വയനാട് കൽപ്പറ്റയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് കുത്തേറ്റു. പൊഴുതന സ്വദേശി നുഷ്രത്തിനാണ് കുത്തേറ്റത്. സംഭവത്തിൽ പഴയ വൈത്തിരി സ്വദേശിനിയായ യുവതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
2 മണിയോടെയാണ് സംഭവം. കൽപ്പറ്റയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ ഷോറൂമിലെത്തിയ യുവതി റിസപ്ഷനിൽ അന്വേഷിക്കുകയും നുഷ്ര ജോലി ചെയ്യുന്ന 1-ാം നിലയിലേക്ക് എത്തുകയുമായിരുന്നു. ഇവിടെ നിന്നും കീശയിൽ ഒളിപ്പിച്ച കത്തിയെടുത്ത് കഴുത്തിലേക്ക് ആഞ്ഞുകുത്തി. ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച നുഷ്രയുടെ മുഖത്താണ് കുത്തേറ്റത്. അപ്പോൾ ഇവരെന്നെ കാണാൻ വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് മുറിയായിരുന്നതാണ് ഞാൻ കണ്ടത്. വേറൊന്നും എനിക്കറിയില്ല. ഇവര് നേരത്തെ പരിചയമുണ്ടോ ഈ പെൺകുട്ടിയെ? മോൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണ്, കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തോ അവര് പറയുന്നത് മകനായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു തർക്കമാണെന്ന് പറയുന്നു. അങ്ങനെ വല്ലതും പരിചയത്തിലുണ്ടോ? എനിക്കറിയില്ല. അപ്രതീക്ഷിതമായിട്ട് വന്നപ്പോ നിങ്ങൾ മുഖം വെട്ടിച്ചു മാറ്റി. എന്താ സംഭവിച്ചത്? ഞാൻ തിരിഞ്ഞത് കസ്റ്റമർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തിരിഞ്ഞതാ. അപ്പോഴാണ് കുത്തുണ്ടത്. പക്ഷെ എനിക്കറിയുന്നില്ല കുത്ത് എന്താണ് എങ്ങനെയാണെന്നൊന്നും. ഞാൻ കസ്റ്റമർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. തുടർന്ന് ആക്രമണം നടത്തിയ യുവതിയെ ജീവനക്കാർ കൽപ്പറ്റ പോലീസിൽ ഏൽപ്പിച്ചു. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പരിക്കേറ്റ യുവതിയെ കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, വയനാട്. പൊന്നിന് കുത്തനെ വില കൂടുന്നതിനോടൊപ്പം സ്വർണ്ണ കവർച്ചയും ദിനം പ്രതി വർദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ സ്വർണം സുരക്ഷിതമല്ലെന്നാണ് ഓരോ സംഭവവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ഇത്തരം മോഷണത്തിന് പിന്നിലുണ്ട്. കോട്ടയം പുതുപ്പള്ളി റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലുണ്ടായ വൻ സ്വർണ്ണക്കൊള്ളയുടെ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. കോട്ടയം നഗരമധ്യത്തിലാണ് വൻ മോഷണം നടന്നത്. തിങ്കളാഴ്ച രാത്രി 12-ന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡ് ഗവേഷണ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സുകളിൽ നിന്നും 100 പവനോളം സ്വർണം മോഷണം പോയത്. 2 ക്വാർട്ടേഴ്സുകളിലായി നടന്ന കവർച്ചയിൽ 73 പവൻ സ്വർണം നഷ്ടമായെന്നാണ് പ്രാഥമിക നിഗമനം. ഇതിനു പുറമെ 3 മുറികളിൽ മോഷണ ശ്രമവും നടന്നു. മോഷണം നടന്ന ക്വാർട്ടേഴ്സിൽ ഈ സമയം ആരും ഉണ്ടായിരുന്നില്ല. പലരും നാട്ടിലും മറ്റ് പരിപാടികൾക്കായി പോയ സമയം നോക്കിയായിരുന്നു മോഷണം. ഇതിൽ ചിലർ രാവിലെ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ അറിയിച്ചു. മോഷണത്തിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘം എന്ന സംശയം തുടക്കം മുതൽക്കേ പോലീസ് ഉയർത്തിയ ഒന്നാണ്. ഇപ്പോൾ നമുക്ക് ചെറിയ ഒരു ക്ലൂ കിട്ടിയിരിക്കുന്നത് വടക്കൻ ജില്ലകളിലെ ഒരു സ്ഥലത്ത്, ഞാൻ കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, ജില്ലകളിലെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു വീട്ടിൽ മോഷണം 2 അറ്റംപ്റ്റ് നടന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്ക്വാഡുകാർ നിലവിൽ ഇതിൻ്റെ പുറകെയാണ്. അവർ ഏകദേശം പത്തനംതിട്ട പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഇത് രണ്ടും കോറിലേറ്റഡ് ആണെന്നുള്ളത് CCTV വിഷ്വലൊക്കെ മാച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കി മാക്സിമം ഫോട്ടോ ഉടനെ തന്നെ എടുക്കും. ഇതിനകത്ത് CCTV ഒന്നും ഇല്ലാത്തൊരു പ്രതിസന്ധിയാന്ന് തോന്നുന്നത്. തീർച്ചയായും അതൊരു വെല്ലുവിളിയാണ്. എന്നിരുന്നാൽ പോലും ചുറ്റുപാടും പ്രദേശങ്ങളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ പുറകിലേക്കും മുന്നോട്ടുമുള്ള രീതിയിൽ 2 രീതിയിലും സമയം ടൈം സ്റ്റാമ്പ് എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നോക്കിയിട്ട് മാക്സിമം പ്രതികളെ. സാധാരണ നമ്മുടെ നാട്ടിലെ കള്ളം പറഞ്ഞ് വസ്ത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ട് അങ്ങനെ ഒരു കാണാൻ നമുക്ക് കാണാൻ പറ്റും. എന്താണ് സാറ് മനസ്സിലാക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു അലമാരിയിൽ നിന്ന് ബ്രേക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മുളക് പൊടി അങ്ങനെയൊന്നുമില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സയൻറ്റിഫിക് ടീമും ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടും ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട്. എല്ലാവരും പരിശോധിച്ച് പരമാവധി സൂചനകൾ ഉടനെ തന്നെ എത്രയും വേഗം എവിഡൻസസ് കളക്ട് ചെയ്യാനായിട്ടാണ്. സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന സമാന മോഷണങ്ങളും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ്. കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ഇതിനോടകം പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സീ മലയാളം ന്യൂസ്, കോട്ടയം. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വൻ ലഹരിവേട്ട. പാലക്കാട് 30 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 1 കിലോയോളം ഹാഷിഷുമായി 3 യുവാക്കളെ പാലക്കാട് ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയിട്ടുണ്ട്. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ സ്വെറ്ററിനുള്ളിൽ രഹസ്യയറയുണ്ടാക്കി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവാവും പിടിയിലായിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ 15 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പോലീസ് പിടിയിലായത്. ലഹരി ഒഴുക്കിന് അറുതി വരുത്താൻ പോലീസ് എക്സൈസ് സംഘങ്ങളുടെ വിവിധ ഓപ്പറേഷനുകൾ നടക്കുന്നതിനിടയിലും സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് റിപ്പോർട്ടുകൾ. പാലക്കാട് വൻ ഹാഷിഷ് ഓയിൽ വേട്ടയാണ് ഇക്കഴിഞ്ഞ ദിവസം നടന്നത്. 30 ലക്ഷത്തിലധികം രൂപ വില വരുന്ന 1 കിലോയോളം ഹാഷിഷുമായി
3 യുവാക്കളെ പാലക്കാട് ജില്ലാ ഡാൻസ് ഓഫ് സംഘമാണ് പിടികൂടിയത്. പാലക്കാട് പറക്കുന്നം സ്വദേശി ഷെരീഫ്, കല്ലേക്കാട് സ്വദേശി ലിബിൻ, മലപ്പുറം വയലത്തൂർ സ്വദേശി ജമാലുദ്ദീൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ലോറിയിൽ കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നാണ് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കണ്ടെത്തിയത്. ചിറ്റൂർ ഡിവൈഎസ്പിക്കാണ് രഹസ്യ വിവരം ലഭിച്ചത്. ആന്ധ്രാപ്രദേശിൽ നിന്നും പാലക്കാട്ടേക്ക് കടത്താൻ ശ്രമിച്ച ഹാഷിഷ് ഓയിലാണ് പിടികൂടിയത്. സ്വെറ്ററിനുള്ളിൽ രഹസ്യ അറയുണ്ടാക്കി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച യുവാവും വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിലായിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്നും പാലക്കാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ നടത്തിയ പരിശോധനയിലാണ് സ്വെറ്ററിനുള്ളിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചയാളെ പിടികൂടിയത്. കഞ്ചാവ് കടത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി ഹൈദർ അലിയെ വാളയാർ ചെക്ക് പോസ്റ്റ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളുടെ സ്വെറ്ററിലെ അറയിൽ സൂക്ഷിച്ചിരുന്ന 505 ഗ്രാം കഞ്ചാവും കണ്ടെത്തി. മൂവാറ്റുപുഴയിൽ വൻ മയക്കുമരുന്ന് വേട്ടയാണ് ഈയടുത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 15 കിലോ കഞ്ചാവുമായി 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസ് പിടിയിലായിട്ടുണ്ട്. വെസ്റ്റ് ബംഗാൾ റാണിനഗർ സ്വദേശി സാഗർ മുല്ല, നാദിയ സ്വദേശി ദിബാഗർ മണ്ഡൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും മൂവാറ്റുപുഴ പോലീസും ചേർന്ന് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി M ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പള്ളിത്താഴത്ത് നിന്നുമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബംഗാളിൽ നിന്ന് തീവണ്ടിയിൽ ആലുവയിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോറിക്ഷയിലാണ് കഞ്ചാവുമായി കടന്നത്. അന്വേഷണ സംഘം പിന്തുടർന്നാണ് ഇവരെ പിടികൂടിയത്. കിലോഗ്രാമിന് 1000 രൂപയ്ക്ക് അവിടെ നിന്നും കഞ്ചാവ് വാങ്ങി 25,000 രൂപയ്ക്കാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ കഞ്ചാവ് എത്തിക്കുന്ന സംഘമാണ് പിടിയിലായത്. ഇവർ ഇടയ്ക്ക് കേരളത്തിൽ വന്നുപോകുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ മാസം ആലുവയിൽ 69 ഗ്രാം രാസലഹരിയുമായി മൂവാറ്റുപുഴ സ്വദേശി ബിലാൽ, അങ്കമാലിയിൽ 19 ഗ്രാം രാസലഹരിയുമായി കോട്ടയം കങ്ങഴ സ്വദേശി അനന്തു എന്നിവരും റൂറൽ പോലീസിന്റെ പിടിയിലായിരുന്നു. ബംഗളൂരുവിൽ നിന്ന് അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സിലാണ് രാസലഹരി കടത്തിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. കുറ്റകൃത്യത്തിലേർപ്പെട്ടാൽ പോലീസുകാർ വീഡിയോ കോളിലൂടെ വിളിക്കില്ലെന്ന് ഇപ്പോഴും പലർക്കും അറിയില്ല. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് വർദ്ധിക്കുന്നതിന്റെ പല കാരണങ്ങൾ ഒന്നതാണ്. അടുത്തിടെ ഡിജിറ്റൽ അറസ്റ്റ് സംബന്ധിച്ച് 2 വാർത്തകളാണ് കണ്ണൂരിൽ നിന്നും വന്നത്. സമയോചിതമായ ഇടപെടലിലൂടെ ഡിജിറ്റൽ അറസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ട റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥന്റെയും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ 10 ലക്ഷത്തിലധികം രൂപ നഷ്ടമായ വനിതാ ഡോക്ടറുടെയും വാർത്തകളാണിത്. തലശ്ശേരി സ്വദേശിയായ വനിതാ ഡോക്ടറിൽ നിന്നുമാണ് ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണി മുഴക്കി 10.5 ലക്ഷം രൂപ തട്ടിയെടുത്തത്. കേസിലെ മുഖ്യപ്രതിയെ അതിസാഹസികമായി കണ്ണൂർ സൈബർ പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു. പഞ്ചാബ് ലുധിയാന സ്വദേശിയായ ജീവൻ റാം എന്ന 28-കാരനെ പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്നുമാണ് അന്വേഷണ സംഘം പിടികൂടിയത്. നവംബർ 30-നാണ് മുംബൈയിലെ CBI ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനെ വാട്സാപ്പ് വീഡിയോ കോളിലൂടെ തട്ടിപ്പ് സംഘം യുവതിയുമായി ബന്ധപ്പെട്ടത്. തുടർന്ന് പരാതിക്കാരുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലവിലുണ്ടെന്ന് ഭീഷണിപ്പെടുത്തി. പിന്നാലെ കേസ് ഒത്തുതീർപ്പാക്കാനെന്ന പേരിൽ ഡോക്ടറെ ഭയപ്പെടുത്തി വിവിധ അക്കൗണ്ടുകളിലേക്ക് 10,50,000 രൂപ അയപ്പിക്കുകയായിരുന്നു. പിന്നാലെ വനിതാ ഡോക്ടർ കണ്ണൂർ സിറ്റി പോലീസിൽ പരാതി നൽകി. പ്രതിയുടെ ലൊക്കേഷൻ തുടർച്ചയായി മാറിക്കൊണ്ടിരുന്നത് അന്വേഷണത്തെ ബാധിച്ചെങ്കിലും പഞ്ചാബിലെ കൊടും തണുപ്പും പ്രതികൂല സാഹചര്യങ്ങളും വകവയ്ക്കാതെ 5 ദിവസത്തോളം പിന്തുടർന്നാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത്. തട്ടിപ്പിലൂടെ ലഭിച്ച പണം പ്രതി ചെക്ക് വഴി അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചതായും പോലീസ് കണ്ടെത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് P IPSന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം കണ്ണൂർ സിറ്റി സൈബർ പോലീസ് സ്റ്റേഷൻ SI പ്രജീഷ് TPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI ജ്യോതി E, CPO സുനിൽ K എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. സമയോചിതമായ ഇടപെടലുകളിലൂടെ ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനാകും എന്നതിന് ഉദാഹരണമാണ് തോട്ടട സ്വദേശിയായ റിട്ടയർഡ് ബാങ്ക് മാനേജർ നടത്തിയ നീക്കം. ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥൻ എന്ന വ്യാജേനയാണ് പ്രമോദ് മഠത്തിലുമായി തട്ടിപ്പ് സംഘം ബന്ധപ്പെടുന്നത്. ജനുവരി 11-നാണ് തട്ടിപ്പിന് തുടക്കമിട്ട ഫോൺ കോൾ പ്രമോദ് മഠത്തിലിന് ലഭിക്കുന്നത്. മുംബൈയിലെ കാനറ ബാങ്കിൽ പ്രമോദിന്റെ പേരിൽ ഒരു അക്കൗണ്ടും സിം കാർഡും എടുത്തിട്ടുണ്ടെന്നും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകനെ NIA അറസ്റ്റ് ചെയ്തപ്പോൾ പിടിച്ചെടുത്ത രേഖകളിൽ പ്രമോദിന്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡും ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമായിരുന്നു വിശ്വസിപ്പിച്ചത്. ഇതിന്റെ തെളിവായി FIR കോപ്പി, ആധാർ വിവരങ്ങൾ, സിം കാർഡ് വിവരങ്ങൾ എന്നിവയും അയച്ചു നൽകി ഭീഷണിപ്പെടുത്തി. എന്നാൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ പ്രമോദും ഭാര്യയും ഉടൻ തന്നെ കണ്ണൂർ സിറ്റി സൈബർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് തട്ടിപ്പുകാർ വീഡിയോ കോളിൽ വരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് സൈബർ പോലീസ് സംഘം പ്രമോദിന്റെ വീട്ടിൽ അന്നേ ദിവസം എത്തി. പിന്നാലെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം പ്രമോദ് സംശയമില്ലാത്ത രീതിയിൽ തട്ടിപ്പുകാരുടെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥനെ നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂണിഫോം ധരിച്ച മലയാളിയായ വ്യാജ NIA ഉദ്യോഗസ്ഥൻ സ്ക്രീനിലെത്തി. 10 മിനിറ്റോളം ഇയാൾ പ്രബോധുമായി സംസാരിച്ചു. സ്ഥാപനങ്ങളുടെ പേരിൽ സിം കാർഡ് എടുക്കുമ്പോൾ ബയോമെട്രിക് ആവശ്യമില്ലെന്നും
ആധാർ മാത്രം മതിയെന്നും പറഞ്ഞാണ് ഇവർ വ്യാജ സിം കാർഡ് കഥ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. ഹോൾഡ്. പിന്നാലെ സംഭാഷണത്തിനിടെ തട്ടിപ്പുകാർക്ക് യാതൊരു സംശയവും നൽകാതെ കൃത്യസമയത്ത് സൈബർ പോലീസ് ഉദ്യോഗസ്ഥർ കോൾ ഏറ്റെടുക്കുകയും തട്ടിപ്പ് സംഘത്തിന്റെ നീക്കം പരാജയപ്പെടുത്തുകയുമായിരുന്നു. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് യഥാർത്ഥത്തിൽ അറസ്റ്റോ നിയമ നടപടിയോ ഉണ്ടെങ്കിൽ ഔദ്യോഗികമായി മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നുള്ളതാണ്. സംശയമുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ സൈബർ ക്രൈം പോർട്ടലായ cybercrime.government.in-ലോ ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടാം എന്നുള്ളതാണ്. സീ മലയാളം ന്യൂസ്, കണ്ണൂർ. കാമുകനൊപ്പം ജീവിക്കാൻ പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി അമ്മ കൊലപ്പെടുത്തിയ സംഭവം ഏറെ ഞെട്ടലോടെയാണ് 6 വർഷങ്ങൾക്ക് മുൻപ് കേരളം കേട്ടത്. കേസിൽ പ്രതി ശരണ്യയുടെ ശിക്ഷ ജീവപര്യന്തമായി ഒതുങ്ങുമ്പോൾ അമർഷമാണ് പലരിലും ഉയരുന്നത്. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഓടിയെത്തിയത് മരിച്ചുപോയ ആ 1.5 വയസ്സുകാരന്റെ മുഖമാണ്. കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് തളിപ്പറമ്പ് കോടതി വിധിച്ചത്. ഫെബ്രുവരി 17 പുലർച്ചെ 2:45 1.5 വയസ്സുകാരന്റെ കൊലപാതക വാർത്തയുടെ ഞെട്ടലോടെയാണ് കണ്ണൂർ നഗരം ഉണർന്നത്. അമ്മ നടത്തിയ അതിക്രൂര കൊലപാതകത്തിന്റെ വാർത്ത പിന്നീട് മലയാളികളെ ആകെ ഞെട്ടിച്ച ഒന്നായി മാറി. കാമുകനൊപ്പം താമസിക്കുന്നതിനായാണ് ശരണ്യ മകൻ വിയാനെ കടപ്പുറത്തെ പാറയിലെറിഞ്ഞു കൊന്നത്. പുലർച്ചെ കുഞ്ഞിനെ കാണാനില്ലെന്ന് ശരണ്യ തന്നെ അറിയിച്ചതോടെയാണ് കുഞ്ഞിനായി തെരച്ചിൽ ആരംഭിച്ചത്. തുടർന്ന് കുഞ്ഞിനെ കാണാതായ വിവരം അച്ഛൻ പ്രണവ് പോലീസിലും അറിയിച്ചു. പിന്നാലെ നാട്ടുകാരും പോലീസും നടത്തിയ തെരച്ചിലിനൊടുവിൽ ശരണ്യയുടെ വീട്ടിൽ നിന്നും 50 മീറ്റർ അകലെയുള്ള പ്രദേശത്ത് നിന്നും കുഞ്ഞിന്റെ മൃതദേഹം കിട്ടി. ഇതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പോലീസിന് മുന്നിൽ പിന്നീട് അവശേഷിച്ചത് 2 ചോദ്യങ്ങൾ മാത്രം. ആര്, എന്തിന്? ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന ശരണ്യ കൊല നടത്തുന്നതിന്റെ തലേ ദിവസം പ്രണവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. കൊലപാതക കുറ്റം അച്ഛൻ പ്രണവിന്റെ തലയിൽ കെട്ടിവെക്കാനായിരുന്നു ഇതിന്. കുഞ്ഞിനെ ഭർത്താവ് പ്രണവ് തട്ടിക്കൊണ്ടുപോയെന്നും കൊലപ്പെടുത്തിയെന്നും വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. എന്നാൽ ശാസ്ത്രീയ തെളിവുകളടക്കം ശരണ്യക്കെതിരായി മാറി. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ സത്യം പുറത്തറിഞ്ഞു. ഭർത്താവ് പ്രണവിനൊപ്പം ഉറങ്ങുകയായിരുന്ന ശരണ്യ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയാണ് കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയത്. പിന്നീട് വീട്ടിലേക്ക് വന്നു കിടന്നുറങ്ങി. കാമുകനായ വലിയന്നൂർ സ്വദേശി നിധിനൊപ്പം ജീവിക്കാൻ വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്. 2 തവണ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞതായാണ് പോലീസ് കണ്ടെത്തൽ. മുലപ്പാല് നൽകി 3 മണിക്കൂറിനകം കൊലപാതകം നടത്തിയെന്നും പരിശോധനയിൽ തെളിഞ്ഞു. വിചാരണയ്ക്കിടെ 5 വർഷങ്ങൾക്കു ശേഷം 2025 ജനുവരിയിൽ ശരണ്യ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപത്ത് ശരണ്യെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു. എന്നാൽ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശരണ്യ പിന്നീട് അപകടനില തരണം ചെയ്യുകയും ചെയ്തു. ജനുവരി 19 കേസ് പരിഗണിച്ച തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശരണ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. കൊലക്കുറ്റം മാത്രമാണ് ശരണ്യക്കെതിരെ തെളിഞ്ഞത്. ശരണ്യയുടെ കാമുകൻ നിധിനെ കേസിൽ 2ാം പ്രതിയാക്കി. എന്നാൽ കൊലപാതകത്തിൽ പ്രതികൾ നടത്തിയ ആസൂത്രണവും ക്രിമിനൽ ഗൂഢാലോചനയും തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് കാട്ടി കോടതി നിധിനെ വെറുതെ വിട്ടു. ശരണ്യ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ കോടതി പോലീസിനും പ്രോസിക്യൂഷനുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. സദാചാര ഗുണ്ടകളെ പോലെയാണ് പോലീസ് പെരുമാറിയതെന്നും കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിക്കുന്നതിന് പകരം ശരണ്യയും നിധിനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് അന്വേഷിച്ചതെന്നും കോടതി വിലയിരുത്തി. കുട്ടിയെ 2 തവണ കടലിലെറിഞ്ഞതായി പോലീസ് കണ്ടെത്തിയിരുന്നുവെങ്കിലും 1 തവണ വീണതിന്റെ പരിക്കുകൾ മാത്രമേ പോസ്റ്റ്മോർട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. കേസ് കൈകാര്യം ചെയ്യുന്നതിൽ പ്രോസിക്യൂട്ടർക്കും വീഴ്ച സംഭവിച്ചതായി ജഡ്ജി വിമർശിച്ചു. വിശദമായ വാദത്തിന് ശേഷം ജനുവരി 22 കോടതി ശിക്ഷാവിധി പ്രസ്താവിച്ചു. അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും അതിനാൽ പരമാവധി ശിക്ഷ നൽകരുതെന്നും കാട്ടി പ്രതിഭാഗത്തിന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ശിക്ഷ ജീവപര്യന്തമായി ചുരുക്കിയത്. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KN പ്രശാന്താണ് ശിക്ഷ പ്രഖ്യാപിച്ചത്. പിഴസംഖ്യ ശരണ്യ കേസിൽ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ച ശരണ്യയുടെ ഭർത്താവിന് നൽകണമെന്നും വിധിന്യായത്തിലുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ക്രൂരതയാണ് ഉണ്ടായതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏറ്റവും ചെറിയ ശവപ്പെട്ടികൾക്കാണ് ഭാരം കൂടുതലെന്ന അത്യന്തം ഹൃദയഹാരിയ കോടതിയുടെ പരാമർശവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. സമൂഹം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നതാണ് സൈബർ ഇടങ്ങളിലെ ആക്രമണങ്ങൾ. എന്താണ് സൈബർ അറ്റാക്ക്? നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് സുഫിയാൻ ചെറുവാടി സംസാരിക്കുന്നു. കാണാം ജൂറിസ്. നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സംഗതിയാണ് സൈബർ അറ്റാക്കിങ്. എന്താ ഈ സൈബർ അറ്റാക്കിങ്? നമ്മുടെ മൊബൈൽ ഫോണ്, അതുപോലെ കമ്പ്യൂട്ടർ, സാമൂഹിക മാധ്യമങ്ങൾ ഇത് ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിന്റെ അക്കൗണ്ട് കൈക്കലാക്കിയിട്ട്
ഏത് രൂപത്തിലും അതല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിലുള്ള ഈ സാമൂഹിക മാധ്യമങ്ങൾക്കകത്ത് അപകീർത്തികരമായ പ്രകടനങ്ങൾ നടത്തുന്ന എല്ലാം സൈബർ അറ്റാക്കിങ്ങിൽ പെടുകയാണ്. ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താ? ഹാക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് കൈക്കലാക്കലുണ്ട്, വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കലുണ്ട്, അതുപോലെ തന്നെ വ്യാജ ID ഉണ്ടാക്കലുണ്ട്, OTP വ്യാജമായി സംഘടിപ്പിച്ചിട്ട് നടത്തപ്പെടുന്ന അന്യായമായ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിനകത്ത് തെറ്റാണ്. അതുപോലെ തന്നെ വേറൊരു ചോദ്യം കിടക്കുന്നുണ്ട്. ഈ കമന്റ് ഇട്ട സാമൂഹിക മാധ്യമത്തിന്റെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അടിയിൽ ഒരു കമന്റ് ഇട്ടാൽ ആ കമന്റ് ഇടുന്നത് സൈബർ അറ്റാക്കിങ്ങിൽ പെടുവൂല എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപകീർത്തികരമായ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ അപകീർത്തികരമായ സൈബർ ക്രൈം ആകുന്ന കമന്റുകൾ ഒരാളെ മാനസികമായി തകർക്കുന്ന രൂപത്തിലുള്ള അപകീർത്തികരമായ കമന്റ് ഇടുക, അതുപോലെ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മാനസികമായ നിലയെ അപമാനിക്കുന്ന രൂപത്തിലുള്ള കമന്റ് ഇടുക, അല്ലെങ്കിൽ വിദ്വേഷകരമായിട്ടുള്ള ഒരു മതസ്പർദ്ധത അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ സ്പർദ്ധത ഉയർത്തുന്ന ഒരു കമന്റ് ഇടുക, വ്യാജ വാർത്തകൾ നിർമ്മിക്കുക, അതുപോലെ തന്നെ ആവർത്തിച്ചുള്ള ഉപദ്രവ കമന്റുകൾ, ഒരാളെ തീർച്ചയായും അദ്ദേഹത്തിനെ തീർക്കണമെന്നുള്ള രൂപത്തിൽ മാനസികമായി തകർക്കണമെന്നുള്ള രൂപത്തിൽ നിരന്തരമായി അദ്ദേഹത്തെ ആക്രമിക്കുക, ഇതെല്ലാം ഇതിൽ പെടുന്നുണ്ട്. ഇതിന് മറ്റൊരു ചോദ്യം കിടക്കുന്നുണ്ട്. ഇത് ആർട്ടിക്കിൾ 19 ഈ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശത്തിന് ഹനിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സൈബർ അറ്റാക്കിങ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിനകത്ത് ഈ മാനനഷ്ടം ഈ ആർട്ടിക്കിൾ 19(2) പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് എവിടെയാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യങ്ങൾ ഹനിക്കപ്പെടുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങൾ അതിനകത്ത് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. എന്താണ്? ഒരാളുടെ മാനസിക നിലയെ തകർക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാനനഷ്ടം വരുത്തുക, അല്ലെങ്കിൽ ജനത്തിന് അപകടകരമായ രൂപത്തിൽ പൊതുസമാധാനം തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, നൈതികത ഇല്ലാതാക്കുന്ന, ദേശീയ സുരക്ഷ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഒരാൾ കമന്റ് ഇടുന്നത് അത് ശരിയല്ല എന്നുള്ളതാണ് ഈ പറയുന്ന ആർട്ടിക്കിൾ 19(2) വളരെ ക്ലിയർ ആയിക്കൊണ്ട് ആ കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും നിയമങ്ങളും ഇതിനകത്ത് നിങ്ങൾ ആലോചിക്കണം. IT ആക്ട് 2000 പ്രകാരവും, അതുപോലെ തന്നെ IT റൂൾസ് 2001 പ്രകാരവും, അതുപോലെ തന്നെ IPC ഇപ്പോ ഭാരതീയ ന്യായ സംഹിത മുഖാന്തരം ഇത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരാള് സൈബർ അറ്റാക്കിംഗ് നടത്തി അല്ലെങ്കിൽ എന്നെ അപമാനിച്ചുകൊണ്ട് ഒരു കമന്റ് ഇട്ടു, നമുക്ക് എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാം? അത് ആദ്യം നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നമുക്ക് പോയിട്ട് ഇതിന്റെ കംപ്ലൈന്റ് കൊടുക്കാം, അതല്ലെങ്കിൽ സൈബർ സെല്ലിൽ പോയി പരാതിപ്പെടാം. ഏതെങ്കിലും സ്ത്രീകൾക്ക് അതിന്റെ അധിക്ഷേപകരമായ ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിമൻ സെല്ലിൽ പോകാം, ചൈൽഡ് സെല്ലിൽ പോകാം. ഒരു കുട്ടികൾക്കാണ് അതിന്റെ അപമാനകരമായ സംഭവിച്ചതെങ്കിൽ അവിടേക്ക് പോകാം. ഇത് വളരെ കുറ്റകരമായ ചില രൂപങ്ങളാണ്. ഇതിനെതിരെ ഒരു മനുഷ്യ മനസാക്ഷി നിയമബോധവാന്മാർ ആകണമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.